നമസ്കാരം. 1960കളിൽ പ്രവർത്തനം ആരംഭിച്ച അപൂർവങ്ങളിൽ അപൂർവങ്ങളായ പുസ്തകങ്ങൾ അടക്കമുണ്ടായിരുന്ന കോട്ടയം മറിയമ്പള്ളിയിലെ മഹാത്മജി സ്മാരക വായനശാല. ഇന്ന് തകർന്നടിഞ്ഞു കിടക്കുന്ന ഈ കെട്ടിടം മാത്രമാണ് ഈ വായനശാലയുടെ ഓർമ്മയ്ക്കായി ഇവിടെയുള്ളത്. ഇത് പരിശോധിക്കുകയാണ് ഇന്ന് IBN മലയാളം. 1948 ആരംഭിച്ചത് മുതൽ നാടിന്റെ സാംസ്കാരിക കേന്ദ്രമായിരുന്ന ലൈബ്രറി ഇന്ന് ക്ഷീണാവസ്ഥയിലാണ്. അപൂർവമായതുൾപ്പെടെ 10,000-കണക്കിന് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു ലൈബ്രറിയിൽ. 2002-2004 വർഷങ്ങളിലെ കണക്കുകൾ ലൈബ്രറി കൗൺസിലിന് നൽകാതിരുന്നതോടെ ഗ്രാന്റ് ലഭിച്ചില്ല. ഇതോടെയാണ് പ്രവർത്തനം നിലച്ചത്. 1962 ഇപ്പോഴത്തെ ദേശീയപാതയുടെ അരികിൽ 6 സെന്റ് സർക്കാർ ഏറ്റെടുത്ത് ലൈബ്രറിക്ക് നൽകുകയായിരുന്നു. 1964 പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. ലൈബ്രറി കൗൺസിൽ അഫിലിയേറ്റ് ചെയ്ത് ഗ്രാന്റും ലഭിച്ചിരുന്നു. പുസ്തകം വയ്ക്കുന്നതിനുള്ള ഹാളും ഓഫീസ് മുറിയും മുകളിലത്തെ നിലയിൽ റീഡിംഗ് റൂമും റോഡിന് അഭിമുഖമായി 2 കടമുറികളും ഉണ്ടായിരുന്നു. കടമുറികൾ ഒഴിച്ചുള്ള ഭാഗം പൂർണ്ണമായും നശിച്ചു. 1950കളുടെ തുടക്കത്തിൽ നാട്ടകം സ്കൂളിൻ്റെ അടുത്ത് ഈ പ്രദേശത്തെ കാലത്തെ പ്രമാണിമാരായിട്ടുണ്ടായിരുന്ന ആളുകൾ അവർ മുൻകൈയെടുത്ത് ഒരു വായനശാല ആരംഭിച്ചതാണ്. ആരംഭിച്ചപ്പോൾ അത് സ്വാതന്ത്ര്യാനന്തര കാലം ആയിരുന്നതുകൊണ്ടും ഗാന്ധി സ്മരണ വളരെ ശക്തമായി നിലനിന്നിരുന്നത് കൊണ്ടുമാകാം സ്ഥാപനത്തിൻ്റെ പേര് മഹാത്മജി സ്മാരക ഗ്രന്ഥശാല എന്നാണ് അവർ തിരഞ്ഞെടുത്തത്. ആ പേരിൽ ഇത് അംഗങ്ങളുടെ മെമ്പർഷിപ്പ് എടുത്ത് കൃത്യമായി മാസവരി അടച്ച് തുല്യമായ ഉത്തരവാദിത്വത്തിൽ പ്രവർത്തിച്ചു പോകുന്ന അംഗങ്ങളുടെ ഒരു സ്ഥാപനമായി ഈ ഗ്രന്ഥശാല മുന്നോട്ട് പോയി. വാടക കെട്ടിടത്തിലായിരുന്നു ആദ്യം ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ചില രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ ചെലുത്തിയതിൻ്റെ ഫലമായി ഗവൺമെൻറ് ഇടപെട്ട് 1963 ഒരു ലാൻഡ് അക്വിസിഷൻ നടപടിയിലൂടെ ഗ്രന്ഥശാലയ്ക്ക് ഇവിടെ 6.5 സെൻറ്റ് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് അച്ചടി മാധ്യമങ്ങളോട് ആഭിമുഖ്യം നിലനിൽക്കുന്ന ബന്ധപ്പെട്ട കാലത്ത് റഫറൻസിനുള്ള പുസ്തകങ്ങൾ അടക്കം ഇവിടെ ശേഖരമുണ്ടായിരുന്നത് ഉപയോഗിച്ച് ഉപരിവിദ്യാഭ്യാസത്തിനും മറ്റും അക്കാലത്ത് പ്രദേശത്തെ ചെറുപ്പക്കാർ അത് സൗകര്യമായി കാണുകയും കൂടുതൽ സഹകരിക്കുകയും കൂടുതൽ മെമ്പർഷിപ്പ് എടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയി, തൃപ്തികരമായി തന്നെ മുന്നോട്ട് പോയി. വീണ്ടും 2-3 പതിറ്റാണ്ടുകൾ മുന്നോട്ട് പോകവേ ക്രമേണ പല ഘട്ടങ്ങളിലും മുന്നണി പ്രവർത്തകരിൽ പലതരം അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുകയും പ്രവർത്തനം മന്ദീഭവിക്കുകയും ഒക്കെ ചെയ്തു. പുതിയ തലമുറയുടെ വായനാഭിരുചികളിൽ വന്ന മാറ്റം അത് സ്ഥാപനത്തെ ദോഷകരമായി ബാധിക്കുകയും മെമ്പർമാർ ഇല്ലാതാവുകയും ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഒരു വർഷം 12 മാസവും മെമ്പർഷിപ്പിന് മാസവരി കുടിശ്ശികയാക്കുമ്പോൾ ആ മെമ്പർ അയോഗ്യനാണ്. അടുത്ത പൊതുയോഗത്തിൽ പങ്കെടുക്കുവാനോ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന വോട്ടവകാശം ലഭിക്കുവാനോ ഉള്ള അർഹതയില്ലാതാകും. അങ്ങനെ ക്രമേണ 2-3 ഭാരവാഹി തിരഞ്ഞെടുപ്പ്, പൊതുയോഗം മുതലായ നടപടികളിൽ അംഗത്വം കുറഞ്ഞു വരികയും ഇത് ബൈലോ പ്രകാരം ഈ ഗ്രന്ഥശാലയുടെ അംഗസംഖ്യ, പൊതുയോഗത്തിന് മതിയായ അംഗസംഖ്യ 25 എന്ന ചെറിയ നമ്പറിലാണെങ്കിൽ കൂടിയും അത്രത്തോളം പോലും പൊതുയോഗത്തിൽ അംഗങ്ങളുടെ പങ്കാളിത്തം ഇല്ലാതെ വരികയും ചെയ്തു. പിന്നെ മുൻപോട്ട് പ്രവർത്തിച്ചു പോവുക താരതമ്യേന അസാധ്യമായ ഒരു സാഹചര്യമാണ് ഉടലെടുത്തത്. ലാൻഡ് അനുവദിക്കുന്നതിൽ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ചുമതലക്കാരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അവർ ആവശ്യപ്പെടുന്ന അത്രയും രേഖകൾ ആവശ്യപ്പെടുന്ന തോതിൽ മതിയായ ക്ലറിക്കൽ വർക്കുകൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കാതെ പോയതുകൊണ്ട് A ഗ്രേഡായിരുന്നു ഈ ഗ്രന്ഥശാലയെ C ഗ്രേഡായി തരം താഴ്ത്തി. അപ്പോൾ C ഗ്രേഡ് ഗ്രന്ഥശാലകൾക്ക് കിട്ടുന്ന പരിമിതമായ വാർഷികാനുകൂല്യത്തിലേക്ക് ഗ്രന്ഥശാല വീണുപോയി. കാലത്തിൻ്റെ കൈക്രിയകളും സംസ്കാരത്തിൽ വന്ന മാറ്റവും അനുബന്ധമായിട്ടുള്ള സാമ്പത്തിക പ്രയാസങ്ങളും പങ്കാളിത്തക്കുറവുമൊക്കെയാണ്. റോഡ് വിളമ്പിൽ നിന്ന്, ടാർ വിളമ്പിൽ നിന്ന് 22 മീറ്റർ ഉള്ളിലേക്ക് വെച്ചുകൊണ്ടല്ലാതെ ഇവിടെ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനത്തിനും ഗവൺമെൻറ് അനുമതി നൽകുകയില്ല എന്നുള്ള വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ റോഡ് വിളമ്പിൽ നിന്നും 22 മീറ്റർ അളന്നാൽ ഇപ്പോൾ ഇവിടെ കിടക്കുന്ന നഷ്ടാവശിഷ്ടങ്ങളെല്ലാം കൂടി
ഗ്രന്ഥശാലയിൽ നിന്ന് റോഡ് വികസനത്തിലേക്ക് നീക്കം ചെയ്യപ്പെടും. പിന്നീട് ഗ്രന്ഥശാലയ്ക്ക് ഒന്നുമേ ഇല്ലാത്ത സിറ്റുവേഷനും ഉണ്ടാകും. അതാണ് നിലവിലെ അവസ്ഥ. ഈ അവസ്ഥയെ സംബന്ധിച്ച് സൂചന ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഭാവി പ്രവർത്തനങ്ങൾ അവതാളത്തിലായതും അംഗങ്ങൾ ഒഴിഞ്ഞുപോയതും ഒരു തലത്തിലും സ്ഥാപനത്തിന് നിലനിൽക്കാനോ മുന്നോട്ട് പോകാനോ ഇവിടെ സാധ്യമല്ലാത്ത അവസ്ഥാന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ പുസ്തകങ്ങളിലേറെയും മോഷണം പോയി, ബാക്കിയുള്ളവ ചിതലെടുത്ത് നശിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പല പ്രാവശ്യം ലൈബ്രറിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നത് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. മുൻപ് 2000 അംഗങ്ങൾ ഉണ്ടായിരുന്ന ലൈബ്രറി പുനരുജ്ജീവിപ്പിക്കാൻ നാട്ടുകാരും ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ മറിയമ്പള്ളിയിലെ ജനങ്ങളുടെ അറിവിന്റെ ഉറവിടമായിരുന്നു ഇവിടം. അക്ഷരനഗരമായ കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്നത് തികച്ചും നാണക്കേട് തന്നെയാണ്. ഇനിയെങ്കിലും ഇത് നവീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വരും തലമുറയ്ക്കെങ്കിലും വായനയോടുള്ള കൗതുകം കൂടിയേക്കാം. ക്യാമറാമാൻ സനീഷിനോടൊപ്പം ആഗ്ര കൃഷ്ണ, IBN മലയാളം.